நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനന്തം മാഷും മകൾ അനുപമയുമാണ് നിന്റെ അമ്മയുടെ ടാർഗറ്റ്. അവര് നശിക്കണം. പക്ഷേ നശിക്കാൻ പോകുന്നത് സ്വന്തം മകനാണെന്ന് സുശീലാന്റെ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഈ നീക്കം നമ്മൾ തടയണ്ടേ ശ്യാമേട്ട? വേണം. പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി പാളും. നമ്മള് അമ്മയ്ക്കും ഹർഷയ്ക്കെതിരെ നീങ്ങുന്നു എന്നറിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് ജ്യോത്സ്യരുടെ പ്രവചനം പുറത്തുവിടുന്നതായിരിക്കും. അത് അപകടമാ. അങ്ങനൊരു ന്യൂസ് പുറത്തു വരാതിരിക്കലാണ് നമ്മുടെ ആവശ്യം. ശ്യാമേട്ട, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്ക് ആദ്യം സത്യനുമായി ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. അവൻ ഈ കാര്യത്തിൽ നമ്മളെക്കാൾ നന്നായി ഇടപെടാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ശരിയാ. സത്യേട്ടൻ ഇത് അറിയണം. ഹർഷയായിട്ടുള്ള ബന്ധത്തെ എന്നും എതിർത്തിട്ടുള്ള ആള് സത്യേട്ടൻ മാത്രം. ഇത് സത്യേട്ടൻ തന്നെ കൈകാര്യം ചെയ്യുന്നതാവും നല്ലത്. അമ്മവാ, എന്തെത്ര രാവിലെ? ഒന്നുമില്ല. നീ വീടിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചതാ. അല്ല, ഇന്നലെ സച്ചി സാറുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇന്നെന്തായാലും വീടിന്റെ കാര്യം ഞാൻ ചോദിക്കാം. ആ രഘു, ഇന്നലെ വേറൊരു വിഷയമുണ്ടായി. ഇന്നലെ എന്നെ വിനയം വിളിച്ചിരുന്നു. വിനയൻ അമ്മാവനെ വിളിച്ചെന്നോ? എന്തിന്? അല്ല, അവനെന്താ അമ്മാവനോട് പറഞ്ഞത്? ചീരുവിനെയും മക്കളെ അവന് വിട്ടുകൊടുക്കണമെന്നാണോ? അല്ല, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് പുതിയ എന്തൊക്കെയോ കണക്കൂട്ടലായിട്ടാണ് തോന്നുന്നു. അമ്മവാ, അവന്റെ ഒരു കണക്കൂട്ടലും നടക്കാൻ പോകുന്നില്ല. അല്ല, ഇന്നലെ അമ്മാവനെ അവൻ വിളിച്ച കാര്യം എന്നോട് അപ്പ തന്നെ പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് അവൻ വെളിച്ചം കാണില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇനിയെല്ലാം പക്വതയോടെയും കരുതലോടെയും കൈകാര്യം ചെയ്യണം രഘു. അവൻ ഇനി ഒന്നും നോക്കാനില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മവാ, അതൊക്കെ എനിക്കറിയാം. അമ്മവാ, ഞാൻ പലതും ഓർത്തിട്ട് അവനെ ഇതുവരെ വെറുതെ വിട്ടത്. കുറച്ചു ദിവസം ജയിലിൽ കിടന്നിട്ടാണേലും അവൻ നേരെ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതും വെറുതെ ആയി. അമ്മവാ, ഇനിയൊരു അവസരം അവന് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബവുമായി ഇനി അവനെ അടുപ്പിക്കില്ലെന്ന് ഞാനും തീരുമാനിച്ചു കഴിഞ്ഞതാ. അക്കാര്യങ്ങളൊക്കെ നമുക്ക് നിയമപരമായിട്ട് തന്നെ തീർക്കാം. അതിനിടയിൽ അവൻ ഇങ്ങോട്ട് വരാതെ നോക്കിയാൽ മാത്രം മതി നീ. അല്ലാതെ വേറൊരു കുഴപ്പത്തിനും നീ പോകരുത്. ഇല്ല അമ്മ, എന്റെ കാര്യം ഓർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. ഞാനിപ്പോ ദാസങ്ങളുടെ വീട്ടില. ദാസങ്ങളോട് കൂടി ആലോചിച്ചിട്ട് ഞാൻ വിനയന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുള്ളൂ. അത് മതി. എന്നാ ഞാൻ വയ്ക്കട്ടെ? ശരി അമ്മാവ. അങ്കിളെ, അങ്കിളിന് ഉടനെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്താ, എങ്ങോട്ടേലും പോകണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. നമുക്ക് ഉടനെ പോയി വിനയനെ ഒന്ന് കാണണം. വിനയനോ? എന്താ പെട്ടെന്ന്? അവൻ ഇന്നലെ അമ്മാനെ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തി. അമ്മാവനെ തന്നെ അറിയിച്ചത് ഇപ്പോഴാ. ശരി, ബാക്കിയൊക്കെ വണ്ടിയിൽ സംസാരിക്കാം. നീ പെട്ടെന്ന് റെഡിയാവും. ശരി.
ഏട്ടാ, വിനയൻ എങ്ങോട്ട് പോവാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. പുറപ്പാടോ? ആ, എങ്ങോട്ട്? അറിയില്ല. നീ എങ്ങോട്ട് പോവനെ? പുറത്തു പോയിട്ട് കുറച്ച് കാര്യം കണ്ടു മാമ. അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ടുപേരെ കാണാൻ. വിനയ, ഇപ്പൊ നീ ആരെയും കാണണ്ട. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചു ദിവസം ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കെ. അത് ശരി, വീടും ജയിലാക്കാൻ പോവാണോ അമ്മ? മനുഷ്യനെ ഇവിടെ ഒറ്റക്കിരുന്ന് മടുത്ത് അപ്പഴാ. വിനയ, നീ ഇപ്പൊ ഉപാധികളോടെയുള്ള ജാമ്യത്തിലാ. പുറത്തുപോയി വല്ലവരെയും കണ്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ബെയിൽ കണ്ടീഷൻസ് തെറ്റിച്ചെന്നും പറഞ്ഞ് പോലീസ് വീണ്ടും നിന്നെ പിടിച്ച് അകത്തിടും. അത് നീ മറക്കണ്ട. അതൊക്കെ എനിക്ക് അറിയാം മാമ. ഞാൻ ഒരു പ്രശ്നത്തിന് പോകുന്നതുമല്ല. കേസിന്റെ കാര്യത്തിന് ഒരാളെ കാണാൻ പോവാ. പിന്നെ എന്റെ ഷോപ്പ് ആർക്കെങ്കിലും നടത്താൻ കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. ഷോപ്പ് വേറൊരാൾക്ക് നടത്താൻ കൊടുത്ത നിനക്ക് ജോലിയൊന്നും വേണ്ട വിനയ. എനിക്ക് അത്യാവശ്യം വീട്ടിലിരുന്ന് ജോലി ചെയ്യാലോ. ഈ കേസും കാര്യമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ സ്ഥിരമായിട്ട് ഷോപ്പ് തുറന്നിരിക്കാനൊന്നും പറ്റില്ലല്ലോ. നടത്താൻ കൊടുത്താൽ അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ വരുമാനം കിട്ടിയെന്നും വരും. ചായർക്കാ നിനക്ക് ആ കൊണ്ട. അയ്യോ, പേഴ്സ് എടുക്കാം. ഏട്ടാ, ഏട്ടന്റെ അഭിപ്രായം എന്താ ഇതിനെ കുറിച്ച്? അതൊക്കെ വിനയൻ അവന്റെ യുക്തി പോലെ ചെയ്യട്ടല്ലേ ദിയെ. അവന്റെ ജോലിക്കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ ടെൻഷൻ അനന്തമാഷിന്റെ വീട്ടിൽ പോയി ഇവൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്നാ. അയ്യോ എന്റെ ഈശ്വര, അതിനാണോ ഇവൻ കുളിച്ചൊരുങ്ങി പോകുന്നത്? എടാ മോനെ, അനന്തമാഷിന്റെ വീട്ടിലേക്കൊന്നും പോവണ്ട. ഈ അമ്മയ്ക്ക് മാവനും എന്താ? അവിടെ പോയി വഴക്കുണ്ടാക്കാൻ മാത്രം മണ്ടനാണോ ഞാൻ? ഡിവോഴ്സ് നോട്ടീസ് അയച്ചതിന്റെ പേരിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയ ആ ഒരു ഒറ്റ കാരണം മതി കോടതിക്ക് അവളെ എന്നിൽ നിന്ന് പിരിക്കാൻ. അതെന്തായാലും ഞാൻ ചെയ്യൂല അമ്മേ. അപ്പോ നിനക്കവളെ പിരിയാൻ ഇപ്പോഴും വിഷമമുണ്ടല്ലേ? അത് പിന്നെ ഇല്ലാതിരിക്കോ? ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവരല്ലേ ഞങ്ങള്. എന്റെ 2 മക്കളുടെ അമ്മയല്ലേ ചെയ്തു. അവൾ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അമ്മ. ചീരവും മക്കളും എന്നും എന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനി നീ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ പേരിൽ ക്രിമിനൽ കേസ് കൂടി വന്ന സ്ഥിതിക്ക് കോടതി ചീരുവിന് ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കാനാ സാധ്യത. ക്രിമിനൽ കേസിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടൊന്നുമില്ലല്ലോ മാമ. കേസ് കോടതിയിലിരിക്കുമല്ലേ. അതിന് ഞാനെന്നല്ല, പ്രതി ചേർക്കപ്പെട്ട ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നു. പിന്നല്ലേ ഡിവോഴ്സ് കേസ്. അതുമായി അവൾ എത്ര ദൂരം പോകുന്നെന്ന് നമുക്ക് നോക്കാം. ഞാനെന്തായാലും അതിനെ ചോദ്യം ചെയ്യാനോ അതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനോ അങ്ങോട്ട് പോകുന്നില്ല. അവർ ഇങ്ങോട്ട് വരും. കേസുകളെല്ലാം കോംപ്രമൈസ് ചെയ്യാമെന്ന ആവശ്യവുമായി ഈ വിനയനെ കാണാൻ വരും. വരുത്തിയിരിക്കും ഞാൻ.